ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ചിക്കൻ കറിയാണ്. അത് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള 3 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് പച്ചമുളക്, ഇഞ്ചി, ഒരു 4-5 പച്ചമുളകും, പിന്നെ ഇഞ്ചിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്. പിന്നെ വേണ്ടത് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട മസാലപ്പൊടികൾ എന്താണെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയുമാണ് ഇതിന് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നെയ്യ് വേണം, ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഇനി നമുക്ക് സവാളയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് എപ്പോഴും നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് നമ്മൾ ചേർത്തിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിത് ചേർത്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ പച്ച ചുവ മണമെല്ലാം മാറണം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് പച്ചമണമെല്ലാം പോയി വരുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടെല്ലാം ചേർത്തിട്ട് ഇളക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇത് മസാലപ്പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ ഒത്തിരി കൂട്ടി വെച്ചിട്ട് ഇളക്കരുത്. അത് നന്നായിട്ടൊന്ന് പിടിക്കണം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലി ഇല ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഞാനെല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം എല്ലാം കൂടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ആവശ്യത്തിന് വേവട്ടെ. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാനിത് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.